guys, welcome back to my channel. ഇന്ന് നമ്മൾ ഒരു ടൈപ്പ് ഓഫ് ക്ലേ ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതാണ് ആ സാധനം. വണ്ടർ സാൻഡ് എന്നും പറയും, ചിലവർ ഇതിനെ കൈനറ്റിക് സാൻഡ് എന്നും പറയും. നമുക്കപ്പോൾ അൺബോക്സ് ചെയ്ത് നോക്കിയാലോ. ഇത് പല ടൈപ്പ് കളറൊക്കെ ഉണ്ട്. പിങ്ക് ഉണ്ട്, പർപ്പിൾ ഉണ്ട്, ബ്ലൂ ഉണ്ട്, നോർമൽ സാൻഡിന്റെ കളറുണ്ട്, ഒരുമാതിരി ഗോൾഡൻ ടൈപ്പ്, പിന്നെ ഗ്രീൻ ഉണ്ട്. നമ്മൾ എടുത്തേക്കുന്ന ബ്ലൂ ആണ്. എനിക്കതാണ് ഇഷ്ടപ്പെട്ടത്. ബ്ലൂ കളറാണ് എൻ്റെ ഫേവറേറ്റ്. ഇവിടെ ഇതൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിതിനകത്ത് കയ്യിലൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ആണ്. ഫസ്റ്റ് ഒരു സ്പീഡിങ് ടേപ്പ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് അതിന് വേണ്ടി ഒരു ടേപ്പ് ഉണ്ട്. ഇതാണ് നമ്മുടെ കൈനറ്റിക് സാൻഡ്. ഇതിനകത്തിലാണ് കൈനറ്റിക് സാൻഡ് ഉള്ളത്. നിങ്ങൾ ഇങ്ങനെ തന്നെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും, ഒരുമാതിരി ഭയങ്കര ഇതായിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടിയേക്കുന്ന അച്ചാണ് സീ ഹോഴ്സിൻ്റെ. നമുക്കിതൊന്ന് വെച്ച് കളക്ഷൻ വേണം. അതുകൊണ്ട് ഇതിങ്ങനത്തെ ഒരു കവറിലാണ് വരുന്നത്, എയർ ടൈറ്റ് പോലത്തെ ഒരു കവറിൽ. വല്ലാത്ത ഒരു സാറ്റിസ്ഫാക്ഷനാണ്. ഓക്കെ, നമ്മൾ ഇന്നലെയാണ് ഇത് പർച്ചേസ് ചെയ്തത് ആമസോണിൽ നിന്ന്. നമ്മൾ ഒരു കവർ മേടിച്ചിട്ടുള്ളൂ. ഇത് ഒരെണ്ണത്തിൽ തന്നെ ഇത്രയും കിട്ടും. പിന്നെ ഇന്ന് വരുമെന്ന് അച്ഛൻ പറഞ്ഞ ഇന്ന് രാവിലെ തൊട്ട് ഞാൻ എഴുന്നേറ്റപ്പോൾ തൊട്ട് കാത്തിരിക്കുമായിരുന്നു വരാൻ വേണ്ടി. ഇതിൻ്റെ കൂടെ നമുക്ക് റേസ്റ്റ് ആയിട്ട് കിട്ടിയതാണ് ഈ സീ ഹോഴ്സിൻ്റെ അച്ച്. അകത്തിൽ ഇങ്ങനെ എടുത്ത് കയ്യിൽ വെക്കുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞ് ഇങ്ങനെ പോകുന്നതാണ്. വല്ലാത്ത ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. താഴെ നമ്മൾ ഈ സീ ഹോഴ്സിൻ്റെ ഈ അച്ഛനകത്തോട്ട് ഒന്ന് വെച്ച് നോക്കുകയാണ്. കുറച്ചുകൂടെ വേണം. നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് ഒന്ന് ഫിക്സ് ആക്കണം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ അടിക്കുമ്പോഴത്തേക്ക് ഇതൊന്ന് എല്ലാം കൂടെ പൊടിഞ്ഞങ്ങ് താഴെ വീഴും. കറക്റ്റ് നമ്മൾ ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കണം. അടിച്ച് നോക്കാൻ വരും. അയ്യോ ആയിപ്പോയി. വഴിവരയ്ക്കാമെന്ന് തോന്നുന്നു. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇച്ചിരി കൂടെ സാറ്റിസ്ഫാക്ഷൻ വേണ്ട ഒരു കാര്യം ചെയ്യാം. അപ്പോൾ നമ്മൾ ഇച്ചിരി കൂടെ ഒന്ന് സാറ്റിസ്ഫാക്ഷന് വേണ്ടി നമ്മൾ ഈ പിച്ചാത്തി വെച്ചൊന്ന് മുറിച്ച് നോക്കാൻ പോവുകയാണ്. പെർഫെക്റ്റ് ആയിട്ട് മുറിഞ്ഞു വരുന്നുണ്ട് ഗൈസ്. ഉണ്ടോ? ഏത് രീതി വേണമെങ്കിലും മുറിക്കാം.
എത്ര നമ്മൾ ചന്നം പിന്നെ നോക്കിയിട്ടും ആ മണ്ണ് പൊടിഞ്ഞു പോകുന്നില്ല ഗൈസ്. അത്രയും പെർഫെക്റ്റ് ആയിട്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ പൊടിക്കണമെങ്കിൽ പിന്നെ പ്രസ് ചെയ്താൽ മൊത്തം പൊടിഞ്ഞു പോയി. എൻ്റെ ഇവിടെ നോക്കി ഇങ്ങനെ കയ്യെ പിടിച്ചിട്ട് കൈ വെക്കുമ്പോൾ തന്നെ ആണെങ്കിൽ പൊടിഞ്ഞിങ്ങനെ പോകുന്നു താഴെ. അങ്ങനത്തെ ഒരു ടൈപ്പ് മണ്ണാണിത്. നമ്മൾ ഈ കവർ മൊത്തം ഒന്ന് താഴോട്ട് ഇട്ട് നോക്കിയിട്ട് കളിക്കാം. കവർ വേണ്ട കാലിയാണ്. ഓ ഗൈസ്, ഇങ്ങനെ എടുത്തു നോക്കുമ്പോഴും കണ്ടോ ആ പൊടിഞ്ഞു പോകുന്ന സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഇങ്ങനെ വെച്ചിട്ട് മുറിക്കുമ്പോഴും അത് അങ്ങനെയൊന്നും പോകത്തില്ല. പക്ഷെ ഇച്ചിരി ഷേപ്പ് വെച്ചിട്ട് മുറിക്കുമ്പോൾ ഇച്ചിരൂടെ നല്ലതായിട്ട്. അപ്പൊ ഞാനിത് കണ്ട് മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ജിയോ വാച്ചാൻ്റെ വീഡിയോ കണ്ടിട്ടാണ്, M4ടെക്കിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഞാനിത്. അവരതിനകത്ത് ഇത് കാണിക്കുന്നുണ്ട്, അവരതിനകത്ത് കാസ്റ്റിലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇത് വെച്ച്. പിന്നെ അവർ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അവർ 10 പെട്ടി മേടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കുറേ ഉണ്ടാവും. ഇത് നമ്മൾ ഒരു പെട്ടി മേടിച്ചപ്പോൾ തന്നെ ഇത്രയുണ്ട്. ആ വീഡിയോ കണ്ടിട്ടാണ് എനിക്ക് അച്ഛൻ മേടിച്ച് തന്നത്. ഇത് കണ്ട് ഇതിനകത്ത് ഒരു അച്ഛൻ വരത്തുള്ളൂ, ഈ കുതിരയുടെ അച്ച്. പിന്നെ എക്സ്ട്രാ വന്നേക്കുന്നത്, എക്സ്ട്രാ നമ്മൾ ബീച്ചിലൊക്കെ കളിക്കാൻ പോകുമ്പോൾ കിട്ടത്തില്ലേ എന്തോ ഒരു ടൈപ്പ് ഒരു ബക്കറ്റ് പോലത്തെ ഈ സാധനം. അതുകൊണ്ട് ഈ സാധനം ഇങ്ങനത്തെ ഇതിനകത്ത് വരുന്നതാണിത്. അതിനകത്ത് ഇന്ന് കിട്ടിയ 2 എക്സ്ട്രാ ആണിത്. വേറെ ഒരെണ്ണം കൂടെ ഉണ്ട്, പക്ഷെ ഇത് 2 സെയിം ആണ്. അതുകൊണ്ട് നമ്മളിത് എടുത്തിട്ടുള്ളൂ, ഗ്രീൻ കളർ. ഒരു ഞണ്ട് വരുന്നുണ്ട്, ഇനി കടൽക്കുതിര. അതുകൊണ്ട് ഇതിങ്ങനെ വെച്ചിട്ട് തന്നെ ഇങ്ങനെ കളിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അമ്മാതിരി സാറ്റിസ്ഫാക്ഷനാണ്. കണ്ടോ ഗൈസ്, ഇങ്ങനെ പൊടിഞ്ഞ് താഴെ ഇടുന്നുണ്ട്. അമ്മാതിരി ടൈപ്പ് സാധനമാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. നമ്മൾ ഉദ്ദേശിച്ചേക്കാട്ടിലും സൂപ്പറാണിത്. വേണ്ട, ഇതിൻ്റെ കൂടെ തന്നെ വന്ന ഒരു സാധനമാണ്, ആ സാധനത്തിൻ്റെ കൂടെ തന്നെ വന്നതാണിത്. കോരി എടുത്തു അതിൻ്റെ അച്ച് വന്നിട്ടുണ്ട്, പക്ഷെ ഇച്ചിരി പെർഫെക്റ്റ് അല്ലേ. കണ്ടോ ഗൈസ്, അതിൻ്റെ അച്ച് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് വന്ന്. അതുകൊണ്ട് ആ സാധനം എല്ലാം പെർഫെക്റ്റ്. അങ്ങനെ ഞെക്കുമ്പോഴത്തെ സാറ്റിസ്ഫാക്ഷൻ. ഇനി നമ്മൾ ഈ ഞണ്ടാണെന്ന് ഉണ്ടാക്കി നോക്കാൻ പോകുന്നത്. ഞണ്ടൊന്ന് താഴെ വെച്ച് ഞണ്ടിൻ്റെ അച്ച് നോക്കാം. ഞണ്ടിൻ്റെ അച്ച് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. നോക്കി നോക്കാം. സെയിം അതുകൊണ്ട് ആ വാ വരെയും ആ മൂക്കിൻ്റെ ആ ഊട്ട വരെ അതിനകത്ത് കണ്ടിട്ടുണ്ട്. ഒടിഞ്ഞു പോയി. നമ്മളിങ്ങനെ കിടക്കുന്നിടത്ത് ഇങ്ങനെ ഞെക്കുവാണെങ്കിൽ ഇച്ചിരി പെർഫെക്റ്റ് ആയിട്ട് വരത്തില്ല, എന്നാലും വരും. ഇത് നമ്മളൊന്ന് മുറിക്കുകയാണ്. കറക്റ്റ് നടുക്കൂടെ മുറിച്ചിട്ടുണ്ട്. അയ്യോ, മുറിഞ്ഞു പോയി. ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. പിന്നെ നമ്മൾ ഇനി തിമിംഗലമാണ്. തിമിംഗലത്തിന് നമ്മൾ പെർഫെക്റ്റ് ഇങ്ങനെ തന്നെ വരും.
തിമിംഗലത്തിൻ്റെ എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ തിമിംഗലം അടിച്ചു നോക്കുന്നത്. നമ്മൾ ഈ തിമിംഗലത്തിനെ ഒന്ന് ഇളക്കി നോക്കാൻ പോവുകയാണ്. ഇച്ചിരി പെർഫെക്റ്റ് ആയിട്ടില്ല. ഞാൻ ഇതിൻ്റെ കട്ടിങ് നിങ്ങളൊന്നും നോക്കിയാൽ പെർഫെക്റ്റ് കട്ട് കണ്ടു. ഇങ്ങനെ നേരെ വെച്ചു. നേരെ വെക്കുമ്പോഴും വിദ്യ അങ്ങനെയൊക്കെ ഇരിപ്പുണ്ട്. ശരി, നമ്മളെല്ലാം ഒന്ന് ഉണ്ടാക്കി വെക്കാം, എന്നാലേ അതിൻ്റെ ഒരു സുഖം വരും. അപ്പം നമ്മളെല്ലാം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എല്ലാം ഒന്ന് അടിച്ച് വെക്കുക. സീ ഹോർസ് നമ്മളിങ്ങനെ നടുക്കായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇവനെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവനെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. രണ്ടിനെ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മളിതെല്ലാം ഇളക്കുകയാണ്. സീ ഹോർസ് അതിൻ്റെ വാലവിടെ ഒട്ടിപ്പിടിച്ചു പോയി. എന്താണ്ട് വെള്ളമായിരുന്നു തോന്നുന്നത്. അവിടെ ഒട്ടിപ്പിടിച്ചു കുഴപ്പമില്ല. പക്ഷേ ഇവൻ നല്ല സെയിം ഇപ്പുറത്തുണ്ട്. അവനെന്തെങ്കിലും നോക്കി അതൊക്കെ അയച്ചപ്പോൾ വാലല്ല. വരാൻ പാടില്ല. ഇതിന് വാലാണ്. വാല് വെളി വരുന്നില്ല. ഇങ്ങനെ അടിച്ചാലേ വെളി വരത്തുള്ളൂ. നമുക്ക് ഇവനെ ഒന്നുകൂടെ ചെയ്യാം. പക്ഷെ അപ്പോഴത്തേക്കും ഇവൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. രണ്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇവനെ ഒന്നുകൂടെ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതുണ്ടാക്കുന്നില്ല ഗൈസ്. അതിനെന്തോ ഒരു പ്രശ്നമുണ്ട്. വെള്ളം കണ്ടിരിക്കുകയാണ്. നമ്മളതുകൊണ്ട് ഇതിനെ ഒന്ന് മുറിക്കാൻ പോവുകയാണ്. മുറിച്ച് നമ്മളവിടോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പ്രത്യേക ഭാഗവും ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇങ്ങനെ മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഉണ്ട് ഇതുണ്ട്. ഇങ്ങനെ നമ്മൾ പിന്നെ ഒരുമിച്ച് വെച്ച് ഇതിൻ്റെ പെർഫെക്ഷൻനെസ് ഉണ്ട്. അത്രയും പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇച്ചിരി വരാൻ പാടാണ്. വേണ്ട, പിന്നെ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. ചേർ കൊണ്ടുപോയിട്ട് കാണാം. പോയിട്ടുണ്ട്. നമ്മളിങ്ങനെ വെട്ടി ഇങ്ങനെ വെട്ടി പോകുന്നുണ്ട്. നമുക്ക് അഥവാ ഇതിനൊന്ന് പൊളിക്കണമെങ്കിൽ ഞാനൊന്ന് ഞെക്കിയാൽ മതി. പിന്നെ നമ്മൾ രണ്ടിനെ മുറിച്ച് വെച്ചേക്കണം. നമ്മൾ കേക്ക് പോലെ വരാൻ വേണ്ടി നമുക്ക് ഇതിനകത്തിലൊന്ന് വെക്കാൻ പോകുന്നു.
കുറച്ച് ഇതിനകത്തിലും ഇരിപ്പുണ്ട്. ഇച്ചിരി ഇതായിട്ട് ഇരിപ്പുണ്ട്. വരിക്ക് അടിച്ചിട്ടുണ്ട്. മണ്ടയ്ക്ക് നമുക്കിങ്ങനെ കാണാം പാത്രത്തെ വിട്ട് നിൽക്കുന്നത്. എടുത്തു കഴിയുമ്പോൾ വന്നിട്ടുണ്ട്. ആ ഡബ്ബയുടെ ഇത് വന്നിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റ് ഒന്ന് മുറിക്കാന്ന് വിചാരിച്ചു കണ്ടിട്ടൊന്ന് ഇളക്കാൻ തോന്നുന്നു. ആ ഒഴുകി പോകുന്നുണ്ട്. നമ്മളെ അവിടെ നിന്ന് മുറിച്ച് മാറ്റിയാൽ ആ ഒഴുകി പോയ സ്ഥലം നമ്മളാണ്ട് ഇവിടെ ഒന്ന് കേക്ക് ഇങ്ങനെ അരിഞ്ഞ് വെക്കാം. സ്ലൈസ് പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഞങ്ങൾ മിക്സ് ചെയ്യുകയാണ്. നമ്മളിതെല്ലാം ആക്കുകയാണ്. ആക്കട്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്കും ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. ഓൺലൈൻ ഇത് ഫ്ലിപ്കാർട്ടിലും കിട്ടും, എല്ലാത്തിലും കിട്ടും. ഞാൻ ബ്ലൂ കളറാണ് എടുത്തേക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, അതുകൊണ്ട് ഇത്രയും കളേഴ്സ് ഉണ്ട് ഇതിനകത്തിൽ. പിന്നെ ഇതിനകത്ത് ഒറ്റ അച്ചേ വരത്തുള്ളൂ. ഇതിനകത്ത് വരുന്ന അച്ച് ഒരു സീ ഹോഴ്സിൻ്റെ വരും, മിലിനിൻ്റെ വരും, പിന്നെ ഒരു ഞണ്ടിൻ്റെ കൂടാണ് വരുന്നത്. നമുക്ക് കിട്ടിയേക്കുന്ന സീ ഹോഴ്സാണ്. നമ്മൾ ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളും വേണമെങ്കിൽ പർച്ചേസ് ചെയ്യുക. നല്ലൊരു ഐറ്റമാണിത്. ഉണ്ടോ? നിങ്ങൾ ആമസോണിൽ നിന്ന് അല്ലെങ്കിൽ ഓൺലൈനിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് എവിടെ വേണമെങ്കിലും പർച്ചേസ് ചെയ്തോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇങ്ങനത്തെ ഇനി വേറെ വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. പീസ് ഔട്ട്.